നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവിൽ കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി പുതിയ അധ്യയന വർഷത്തേക്കുള്ള ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഫ്രഷേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഡോക്ടർ ജ്യോതിക സുഭാഷ്, അഡ്വക്കേറ്റ് ഹൃതിക് ജി ഹരി, പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് ജെയിംസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽ, പ്രിൻസിപ്പൽ ഗായത്രി, ബ്രാഞ്ച് പ്രിൻസിപ്പൽ നിഷ പ്രദീപ്, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഈ പരിപാടിയിൽ പങ്കുചേർന്നു. പുതുതായി എത്തിയ വിദ്യാർത്ഥികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു ഫ്രഷേഴ്സ് ഡേ. പ്രിയപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം. നമ്മുടെ അലക്സാറ്, നമ്മുടെ കോളേജിൻ്റെ കോർഡിനേറ്ററായ അലക്സാറ് കാര്യമായിട്ടെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്നിരുന്നാൽ കൂടി ഞാനും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഒരു 5 മിനിറ്റ് നിങ്ങളോടൊപ്പം ഞാൻ ചെലവഴിക്കുകയാണ്. ഡിസംബറിന് മുന്നേ മെഡിക്കോ ഫെസ്റ്റും നമ്മുടെ കോളേജിൻ്റെ ഇനാഗുറേഷനും ഉണ്ടായിരിക്കും. അലക്സ് പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആരും എനിക്ക് സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ഒന്ന് പറഞ്ഞു തരാൻ പോലും എനിക്ക് ആരും ചുറ്റും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, പിന്നെ എന്നാലും എന്നെ വേറെ രീതി പറയാൻ സാധ്യതയില്ല. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നോർത്ത് അഭിമാനത്തോടെ എനിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ഓരോ എൻ്റെ നാട്ടുകാരാകട്ടെ, എൻ്റെ കാട്ടാക്കടയിലെ പാർട്ടിക്കാരാകട്ടെ, എൻ്റെ മാധ്യമ പ്രവർത്തകരാകട്ടെ, എല്ലാവരും എനിക്ക് വേണ്ട സപ്പോർട്ട് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പം അത് തന്നെയാണ് എൻ്റെ ഊർജം, എന്നെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഒരു 3-4 വർഷമായിട്ട് ഡോക്ടർ ജ്യോതിക ഇവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് കോളേജിനെ ഇപ്പം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ UGC ആയ കോഴ്സുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അമ്മമാരും പ്രശസ്തമായ അമ്മമാരും അച്ഛന്മാരും കുട്ടികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് UGC കോഴ്സുകളാണ് നിങ്ങളിവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞെടുത്തേ? പിന്നെ ഡെലിഗി ബോർഡിൻ്റെ കോഴ്സും ഇവിടെ ഉണ്ട്. ഡെലിഗിയുടെ ബോർഡ് കോഴ്സും നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ LBSൻ്റെ കോഴ്സ്, അങ്ങനെ 3 സെക്ഷനാണ് നമ്മുടെ കോളേജിലെ കോഴ്സുകളുടെ രീതി എന്ന് പറയുന്നത്. UGC, ഡെലിഗി ബോർഡ്, LBS. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുന്നത്, യാത്രാ സൗകര്യത്തിന് വേണ്ടി കൺസെഷൻ പോലും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ.
ഒരു കോഴ്സിനും കിട്ടിയിട്ടില്ല. എന്തോ എൻ്റെ ട്രസ്റ്റിൻ്റെ ഞാൻ ചെയ്യുന്ന ചാരിറ്റിയുടെ പുണ്യം കൊണ്ട് ഞാൻ ഗണേശ് മന്ത്രിക്ക് നിവേദനം കൊടുത്തത് കൊണ്ട് സാറ് എന്നോട് വലിയൊരു കരുണ തോന്നി. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് KSRTC കൺസെഷൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് എനിക്ക് കിട്ടിയത് പോലും. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഇന്നും എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തികച്ച് കയ്യിൽ വയ്ക്കുന്ന ആൾക്കാരാണ് അല്ലേ. എനിക്കുള്ളതൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഉൾപ്പെടെ എന്ന് എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. എനിക്കെന്ത് കിട്ടുന്നോ അതിൻ്റെ പകുതിയിൽ കൂടുതൽ ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്റ്റുഡൻസിനാകട്ടെ, അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന രോഗികൾക്കാകട്ടെ, ഏത് തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി സാമൂഹികത്തിൽ വളരെയധികം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾ പറയും, ഇപ്പോൾ ഓരോ കമൻറ്റുകൾ, ഇന്നലത്തെ ഒരു കമൻറ്റ് കിടക്കുവാണ്, ഫീസ് കൊടുത്താലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഫീസ് കൊടുത്താലേ പഠിക്കാൻ പറ്റുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഫീസ് കൊടുത്തേ പഠിക്കാൻ പറ്റൂ. എന്നാൽ ഫീസ് കൊടുക്കാതെ ഇവിടെ പഠിക്കുന്ന പല പിള്ളേരും ഉണ്ട്. ഒറ്റ ഫീസ് പോലും വാങ്ങിച്ചിട്ടില്ല. ഹോസ്റ്റൽ ഫീസാകട്ടെ, ട്യൂഷൻ ഫീസാകട്ടെ, യൂണിവേഴ്സിറ്റി ഫീസാകട്ടെ, ഇതൊന്നും വാങ്ങാതെ പഠിപ്പിക്കുന്ന പിള്ളേർ മാതാ കോളേജിൻ്റെ അകത്തുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഫീൽഡാണ്. ഒരു രോഗിയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആ രോഗിയിൽ നിന്ന് കിട്ടുന്ന ഒരു തിരിച്ചുള്ള ഒരു രീതി, അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ അല്ല അവരുടെ കൂടെ നിൽക്കുന്നവരുടെ നിന്ന് കിട്ടുന്ന ഒരു നമ്മളോടുള്ള ആ സാമീപ്യം, അല്ലെങ്കിൽ നമ്മളോടുള്ള സ്പർശന സംസാരം, അതൊക്കെ മതി നമുക്ക് ഏറ്റവും അഭിമാനമാകുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്. അതാണ് മെഡിക്കൽ ഫീൽഡ്. നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തിട്ടുള്ളത് ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 2 ഇയറും 3 ഇയറുമാണ്. ആ 2 ഇയറും 3 ഇയറും നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് പ്രാക്ടിക്കലും ഇൻറ്റേൺഷിപ്പും ഒക്കെ പൂർത്തീകരിച്ച് നിങ്ങളുടെ ജോലി ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിയാവുന്നതാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ മാതാ കോളേജ് നിങ്ങൾക്കായിട്ട് തരുന്നതുമുണ്ട്.